Hi dears, Assalamu alaikum, welcome back. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഫുഡൊന്നും ആക്കണില്ല കേട്ടോ, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ എണീറ്റപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തീർത്ത് ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ വാങ്ങിയിട്ടുള്ള പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ, രാത്രി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ പൊറാട്ട ഒന്ന് കൊത്ത് പോലാക്കി സോസേജും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നേരെ നിന്നത് ക്ലീനിങ്ങിനാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, താഴെയൊക്കെ മോപ്പ് ചെയ്യാനല്ല വേണ്ടിയിട്ട് ആൾ വരും കേട്ടോ. പിന്നെ എനിക്കുള്ളൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞിടുക, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എപ്പോഴും ഈ സോഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടാനുണ്ടായിരിക്കും കേട്ടോ. കാരണം മക്കളിവിടെ ഇരുന്ന് TV കാണുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴും താഴത്തായിരിക്കും കിടക്കേണ്ടിയിരിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇക്കാക്ക് പള്ളി ഉണ്ടല്ലോ, അപ്പോൾ പള്ളിയിൽ പോകും വേണം. അപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങാമെന്നാണ് വിചാരിക്കണത് വീട്ടിൽ നിന്ന്. അങ്ങനെ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ചായയൊക്കെ കുടിച്ചിട്ടാം. എന്നിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോയി. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, പിന്നെ ആകെ തിരക്കായി പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് പള്ളിക്കാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളി വരുന്നത്. ഞാൻ ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈഡേ പള്ളിക്ക് വരുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ആ ഒരു പള്ളിയുടെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. കോർണിഷിൻ്റെ അവിടേക്കും അതുപോലെ തന്നെ സൂക്കിൻ്റെ അവിടേക്കൊക്കെയുള്ള ഞാൻ ഇക്കാനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനും മോളും കൂടെ കുറച്ച് നേരം അവിടെ നിന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ പിന്നെ ഇക്ക വന്നപ്പോൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേങ്കിൽ ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സമയത്താണല്ലോ ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നേരെ സിറ്റി സെൻറ്ററിൽ പോകാമെന്ന് വിചാരിച്ച് അവിടെ ഒരു ഷൂ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ സിറ്റി സെൻറ്ററിൽ പോയി. എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു $+ എന്നിട്ടുള്ള ഒരു ഷോപ്പ് ഉള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് നോക്കിയതാണ് കേട്ടോ, മക്കൾക്ക് ഒന്ന് കയറണം എന്നിട്ട് കയറിയതാണ്. കുറേ ആയി ഇത് വാങ്ങിക്കാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഫുള്ളായിട്ട് ഗ്ലാസ് ഉള്ളതാണ് കേട്ടോ. ഇതിന് അടിയിലൊരു സിൽവർ കളർ ഉണ്ടല്ലോ, അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അവരവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു സെക്ഷനിലോട്ട് വന്നതാണ്. ഈ ഒരു ട്രേ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിക്കണേ. അപ്പം ഞാനിത് എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടാ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നേരെ ഷൂ നോക്കാനാണ് കേട്ടോ പോയത്. പോണ സമയത്ത് ഇത് കണ്ടപ്പോൾ മക്കളൊന്ന് കുറച്ച് നേരത്തെ നോക്കി നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്ന് വീഡിയോ അവിടെ സിറ്റി സെൻറ്ററിൽ എല്ലാ ഫ്ലോറിലും ഇതുപോലെ December 15th വരെ തോന്നുന്നുണ്ട് ഇതവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ മക്കൾസിനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ. അങ്ങനെ പിന്നെ അതിന് തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്, ഹോം സാറേഴ്സ്. ആദ്യമൊന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിരുന്നില്ല കേട്ടോ ഒന്നും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഹോം സെൻറ്ററൊക്കെ പോലത്തെ ഒരു ഷോപ്പാണ്. ചില സമയത്ത് നമുക്ക് നല്ല ഓഫറിനൊക്കെ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം ഒന്ന് അവിടെ നോക്കി നിൽക്കൂട്ടെ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഷൂ നോക്കാൻ പോയിട്ട് ആ ഷൂ മാർട്ടിലും അതുപോലെ തന്നെ മാക്സിലും പോയി നോക്കി. രണ്ടിടത്തും എനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുള്ള ആ ഒരു ടൈപ്പിലുള്ളത് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഈ ഒരു അഡിഡാസിൻ്റെ ഷോപ്പിൽ കയറിയപ്പോൾ മോനിക്കൊരു ഷൂ ഇഷ്ടമായി. അപ്പം അവനക്കതെടുത്ത് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മക്കൾസൊക്കെ സൈഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയി. പാർസൽ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അങ്ങനെ നേരെ പാർക്കിൽ പോയിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മക്കൾ കുറച്ച് നേരം കളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഞാൻ ഇക്കയും കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടാം. ആ സമയത്ത് ഇക്കാക്ക് ഓഫീസിൽ നിന്നൊരു കോൾ വന്നപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പിന്നെ നേരെ റൂമിലേക്കാണ് വന്നത്. ഇവിടെ ഷിപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ആയിരുന്നു. അത് മാത്രമല്ല ഫ്രൈഡേ ആയതുകൊണ്ടും കൂടെ ആ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു.
ഇത് നമ്മളുടെ റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക്, അതുപോലെ തന്നെ എംബ്രോയിഡറി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ എനിക്ക് എന്തോന്ന് അറിയില്ല, വെയിലൊക്കെ കൊണ്ടുകൊണ്ടാ തോന്നുന്നുണ്ട്, ഭയങ്കര തലവേദന. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ആ ഒരു വിൻഡോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ കാണുക. അപ്പോഴേക്കും പുറത്തുനിന്ന് നല്ല സൗണ്ട് കേട്ട് അപ്പോൾ ഒന്ന് വേഗം പോയി നോക്കിയപ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ. ഈ ഒരു വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ. റൂമിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര മടിയാട്ടാം. അപ്പം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. കുറേ ആൾക്കാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്ന കണ്ടിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് മക്കളൊക്കെ അവിടെ ഇങ്ങനെ ഭയങ്കര കളിയിലിരുന്നു കേട്ടോ. വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കളിക്കിയിരുന്നു. അതിനുശേഷം പിന്നെ റൂമിൽ വന്നപ്പോൾ നോക്കിയപ്പം 2 ദിവസം മുന്നേ വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. അതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴുകി ക്ലീൻ ആക്കിയിട്ട് വേഗം തന്നെ അത് കുക്കറിൽ വെച്ചോട്ടാം. അതെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പുറത്തിറങ്ങുകയാണ്. ഇവിടെ എക്കോറി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ പോയത് വെറുതെ ആയിട്ടാണ്, കാരണം നല്ല ക്രൗഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങാൻ നിന്നില്ല, പിന്നെ പോവാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് ലുലുവിലൊന്ന് പോണേയിരുന്നു. വീക്കെൻഡായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളുണ്ടല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മോള് കാറിലിരുന്നിട്ട് ഉറങ്ങിയിട്ടോ. അതുകൊണ്ട് പിന്നെ മോനെയും കൂട്ടിയിരുത്തിയിട്ട് ഞാനൊക്കെയും പോയിട്ട് വേഗം അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വേഗം വന്നു കേട്ടോ. അവിടുന്ന് പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മക്കൾ ഒറ്റക്കാണല്ലോ വണ്ടിയിൽ, അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ നേരെ വീട്ടിൽ പോയി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പുറത്ത് തന്നെയായിരുന്നു, വീട്ടിലധികം ഉണ്ടായില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.